ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലാതെ ഞാൻ പലവട്ടം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. എന്റെ ദൈവമേ, സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത് അപാരമാണെന്ന് പറയാതിരിക്കുക വയ്യ. കാരണം സിനിമയിലൊക്കെ ജഗതി ശ്രീകുമാറൊക്കെ ഈ രാഷ്ട്രീയക്കാരൻ്റെ കയ്യാളായിട്ട് നടക്കുന്ന സമയത്ത് കാണിക്കുന്ന അതേ ലെവൽ കലാപരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിലെ നേതാക്കന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് പറന്നിറങ്ങി വന്ന് കസേര പിടിക്കാനായിട്ട് വന്ന ആൾ. കാരണം ഈ പുള്ളിയുടെ ഈ തുടക്കത്തിൽ കാണിച്ച വീഡിയോയിൽ പറയുന്നത് ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, അതായത് ഇലക്ഷന് മുമ്പ് പറഞ്ഞു വിട്ട ഒരു സംഭവമാണ്. അതേസമയം ഇന്ന് റിസൾട്ട് എണ്ണിക്കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കണ്ടെത്താനാതെ കബഡി വാരി നിരത്തിക്കൊണ്ട് മലയാളികൾ ഇരിക്കുമ്പോൾ 3 പേരും ചേർന്നൊരു വീഡിയോയും കണ്ടിരുന്നു. അതിൽ ഒരു ഉളുപ്പും ഇല്ലാതെ ഞങ്ങൾ 3 പേരും ഒന്നാണെന്ന് പറയുന്ന ആ സീന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഒന്നുമില്ല എന്ന് ഈ 2026 തിരഞ്ഞെടുപ്പിന് ശേഷം ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ തൊലിക്കട്ടി കണ്ട് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ഉറപ്പും ഇല്ലാതെ ഇലക്ഷന് മുമ്പ് പറഞ്ഞൊരു സീനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഈ പുള്ളിയാണല്ലോ ഈ ഇത്രയും പുകിലുണ്ടാക്കി ഇലക്ഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി അവിടെ കംപ്ലീറ്റ് MLA-മാരെയും ചാക്കിട്ട് പിടിച്ച് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കി. ഈ പുള്ളി തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് പറഞ്ഞൊരു വീഡിയോയുടെ ഞാനിപ്പം കാണിക്കാം. ഇതിനകത്ത് കാണുമ്പോഴേ മനസ്സിലാവും പുള്ളി ഇത് നേരത്തെ പ്ലാൻഡ് ആയിട്ട് വന്നതാണെന്ന്. നമുക്ക് ഇതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ദേവന്റെയും മോഹൻലാലിന്റെയൊക്കെ രാഷ്ട്രീയ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള അതേ പരിപാടിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡ് ആണെങ്കിൽ മിഥുനത്തിലെ മോഹൻലാലും ജഗതി ശ്രീകുമാറും ഒക്കെ അഭിനയിച്ച അവസാനം ഒരു സീനുണ്ടല്ലോ, ഉടയ്ക്ക് സ്വാമി തേങ്ങ എന്ന് പറഞ്ഞ്, അതേ കണ്ടീഷനിലാണ് ഇന്ന് 3 ദിവസമായി കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് തേങ്ങ ഇപ്പോൾ ഉടച്ചു, ഉച്ചയ്ക്ക് ഉടച്ചു, വൈകുന്നേരം ഉടച്ചു, ഹിന്ദിക്കാരൻ തിരുമ്പ് കഴിഞ്ഞ് വന്നിട്ട് ഉടയ്ക്കും, ഇതെല്ലാം പറഞ്ഞു വൈകുന്നേരം വരെ ആയപ്പോൾ പറഞ്ഞു ഇനി നാളെ ഉടയ്ക്കുമെന്ന്. ഉടയ്ക്കുന്ന തേങ്ങാ കഷ്ണത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന മലയാളികളെയും നമുക്കിത് കാണാം. ഇതിനിടയ്ക്ക് കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സും വലിച്ചു കയറി ഈ പോലീസിനെ തല്ലും കൊണ്ട് ഒരു കാര്യവുമില്ല. ഇവരൊക്കെ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അറിയാൻ നമുക്ക് അടുത്ത മുഖ്യമന്ത്രി ആരാണ്, അതും എത്ര കാലത്തേക്കാണെന്നും കൂടി കണ്ടറിയണം. കാരണം ഇപ്പം തന്നെ 4 പേരായി ഒതുങ്ങിയിരിക്കുന്ന സീറ്റിൽ അടുത്ത 5 വർഷം കൂടെ കഴിയുമ്പോൾ ഒരാൾ പോലും കാണാതിരിക്കാനുള്ള വകുപ്പാണ് ഇവരെല്ലാം കൂടെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതൊക്കെ കണ്ട് ഭ്രാന്തളകിയ കേരള ഗവർണർ ഇപ്പോഴേ ഒരു ബോർഡ് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഈ 3 പേരെയും ചേർത്ത് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ മുഖ്യമന്ത്രിമാരായിരിക്കുമെന്ന് ഇപ്പോഴേ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് ആ ബോർഡ് കൂടി നമുക്കൊന്ന് കണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, കാരണം പുള്ളിയുടെ ഈ 2 വീഡിയോയും കൂടെ ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നതും അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നതുമായ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നിറം മാറുന്ന ഒരു ജീവിയായ ഓന്ത് പോലും ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം കാണിച്ചിരിക്കുന്ന ചിത്രം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കും.